നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനോലിക്കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃപ്രയാർ തെക്കേ പെട്രോൾ പമ്പിന് മുമ്പിലെ വൈദ്യുതി തൂണിൽ ബസ്സിടിച്ച് അപകടം. മണലൂർ പണിക്കർ റോഡിൽ കൾവർട്ട് തകർന്ന ഗതാഗതം മുടങ്ങി. നിർമ്മാണത്തിൽ അഴിമതിയെന്ന പഞ്ചായത്ത് അംഗം. വാർത്തകൾ വിശദമായി. കനോലിക്കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് എടത്തുരുത്തി പൈനൂർ LP സ്കൂളിന് കിഴക്കുഭാഗത്തെ ഫാമിനടുത്ത് മൃതദേഹം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ കിഴുപ്പുള്ളിക്കര അഴിമാവ് അഞ്ചുപുര പേരാത്ത് ധർമ്മന്റെ മകൻ ദ്രാലിഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇദ്ദേഹത്തെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. കയ്പമംഗലം പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. അമ്മ തങ്കമണി, സഹോദരി ധനിഷ. തൃപ്രയാർ ദേശീയപാതയിൽ തെക്കേ പെട്രോൾ പമ്പിന് മുൻവശത്തെ വൈദ്യുതി തൂണിൽ ബസ്സിടിച്ച് അപകടം. തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. പെട്രോൾ പമ്പിൽ നിർത്തിയിടാനായി ബസ് പുറകോട്ടെടുക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. വൈദ്യുതി തൂൺ 2ആയി പിളർന്നു. 11 kV ലൈൻ ഉൾപ്പെടെ പോകുന്ന വൈദ്യുതി കാലാണ് തകർന്നത്. വാഹനം തിരിക്കുന്നത് നോക്കാനായി ബസ്സിൽ കണ്ടക്ടറോ ക്ലീനറോ ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഉറക്കെ ശബ്ദമുണ്ടാക്കിയാണ് ബസ് നിർത്തിയത്. വൈദ്യുതി ലൈനുകൾ റോഡിലേക്ക് പൊട്ടി വീഴാഞ്ഞത് മൂലം വലിയ അപകടം ഒഴിവായി. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തൃപ്രയാറിൽ ബുധനാഴ്ച രാത്രി മുതൽ വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ്. മണലൂർ 6-ാം വാർഡിലെ പണിക്കർ റോഡിൽ കൾവേർട്ട് തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണിയായ നിലയിൽ. കൾവർട്ടിന്റെ കോൺക്രീറ്റുകൾ ദ്രവിച്ച് അടർന്ന് വലിയ ദ്വാരമാണ് ഉണ്ടായിരിക്കുന്നത്. 2019 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,30,000 രൂപയ്ക്കാണ് കൾവർട്ട് നിർമ്മിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഗതാഗതത്തിനെ ആശ്രയിക്കുന്ന കൾവർട്ടാണ് അപകടകരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. ഇതുമൂലം ഏറെ ദൂരം നടന്നു വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് സ്കൂൾ വാഹനങ്ങളിലേക്ക് കയറാനാകുന്നത്. കൾവർട്ട് നിർമ്മാണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആരോപിച്ചു. ഒരാഴ്ച കാലമായി ഈ സ്ലാബ് വളരെ പൊട്ടി തകർന്ന നിലയിലാണ്. ഞങ്ങളത് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ കമ്പിയോ സിമെൻ്റോ ഒന്നും അതിൽ ചേർത്തിട്ടില്ലെന്ന് മാത്രമല്ല, തുരുമ്പിടിച്ച കമ്പിയാണ് സ്ലാബിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഈ പണിക്കർ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 50ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെയുള്ള മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിനോ, കാരണം ഏകദേശം 3-4 സ്കൂൾ ബസ്സുകൾ ഇതിൽ കടന്നു പോകണം ഇവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിത് ഉണ്ടായ വഴിക്ക് തന്നെ പഞ്ചായത്തിലെ AEയും ഓവർസിയറുടെ അടുത്തും വിവരം ധരിപ്പിച്ചിരുന്നു. പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്ത് കൂടാതെ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിൽ തൊഴിലുറപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകുകയും അന്ന് തന്നെ കണ്ടശാങ്കടവ് താനാപ്പാടത്തുള്ള സ്ലാബ് മാറ്റി ഞങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരാഴ്ച കാലമായി യാതൊരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമരപരിപാടികളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായ അളവിൽ സിമന്റ് ചേർക്കാതെ പഴയ തുരുമ്പിച്ച കമ്പി ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൾവർട്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. പരാതി കൊടുത്തിട്ട് നാളുകളായിട്ടും അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിലെ വണ്ടികൾ ഒരു 3 സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ സ്കൂൾ ബസ് ഇതിൽ വരുന്നില്ല. കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് നടന്നിട്ടാണ് വണ്ടി കയറുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്ലാബ് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ ഈ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ അതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ്. തൃത്തല്ലൂർ മുളു ബസാർ റോഡരികിൽ വീതി കുറഞ്ഞ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ തറ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിലെ വലിയ ചരക്കു ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും പോകുമ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് ഒതുക്കിയിടാൻ കഴിയുന്നില്ല. സ്കൂൾ വിട്ടുപോകുന്ന വിദ്യാർത്ഥികൾക്കും വഴി ഒതുക്കാൻ സാധിക്കാതെ വീഴുന്നതും നിത്യസംഭവമാണ്. ഇത് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CM നിസാർ, ജനപ്രതിനിധികളായ സുലേഖ ജമാലു, രന്യ ബിനീഷ്, AS സബിത്ത്, സരിത ഗണേശൻ, ദിൽ ദിനേശൻ, ശ്രീകല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, MS സുജിത്ത്, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, സെക്രട്ടറി AL തോമസ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി 34 വിദ്യാർത്ഥികളെയും +2വിലെ 31 വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന റാങ്ക് നേടിയ 2 പേരെയുമാണ് അനുമോദിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ഔഷധോദ്യാനം ഒരുക്കി. പരിസ്ഥിതി ദിനാചരണ യോഗം പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉൾക്കൊള്ളുന്ന വിവിധ ദൃശ്യാവിഷ്കാരങ്ങൾ ദിനാചരണത്തിന് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളും അധ്യാപകരും ശേഖരിച്ച ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും നടന്നു. വിദ്യാലയത്തിലെ സയൻസ് ക്ലബ് അംഗങ്ങൾ നേതൃത്വം നൽകി. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ജോസി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ കുട്ടികളും അധ്യാപകരും ചൊല്ലി. കുട്ടികൾ ചുമർ പത്രികകൾ, പ്ലക്കാർഡുകൾ എന്നിവ തയ്യാറാക്കിയിരുന്നു. പോസ്റ്റർ രചന, ചിത്രരചനാ മത്സരം, ക്വിസ് മത്സരം എന്നിവയുണ്ടായി. കണ്ടശങ്കടവ് SH ഓഫ് മേരീസ് CGHSൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. മണലൂർ കൃഷിഭവൻ ഓഫീസർ ശ്രീമതി എലിസബത്ത് ജോസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി അധ്യക്ഷയായി. അധ്യാപകരായ പൗളി, ഹിമ, ഹണി എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ മണലൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. 8ാം വാർഡിലെ SC വ്യവസായ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ധർമ്മൻ പറത്താട്ടിൽ, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത്, കവിത രാമചന്ദ്രൻ, BEO ജിഷ മുഹമ്മദ്, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ യോഗത്തിൽ അധ്യക്ഷനായി. യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലത്ത്, MB മുരളീധരൻ, സെക്രട്ടറി P ബിന്ദു, KK മനോജ്, K സുനിൽകുമാർ, MK നിതീഷ്, K ബിജുകുമാർ, M മനോജ് കുമാർ, MK ദിലീപ്, ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വാർഡ് മെമ്പർ മണികണ്ഠൻ, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ, സനാതനധർമ്മ പാഠശാല സെക്രട്ടറി സുലോചന ശക്തിധരൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം, അതുപോലെ തന്നെ DIGക്കുള്ള കത്ത് കൊടുക്കാനുള്ള അത് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതുപോലെ തന്നെയാണ് DMOയ്ക്കും IMA, അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ, അവർക്കും അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അവരുടെ എല്ലാ ഇതും ഉറപ്പ് വരുത്തുന്നത്. ഇത് അവസാന നിമിഷത്തിൽ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കണം. പിന്നെ ക്യാമറകളാണത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. പഴയ ക്യാമറകൾ ഫങ്ഷനിങ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. പുതിയ ക്യാമറയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ള രീതിയിൽ നമുക്ക് അത് അതിനുള്ള സംവിധാനമുണ്ട്. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. കേരള സോഷ്യൽ ഫോറസ്ട്രിയുമായി സഹകരിച്ച് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. സേവാകേന്ദ്രം പ്രസിഡന്റ് ബിജോയ് പാണാട്ട്, രക്ഷാധികാരി ഭരതൻ വാഴപ്പുള്ളി, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി MD പ്രദീപ്, വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് ഷാലി വാഴപ്പുള്ളി എന്നിവർ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. NS പ്രജീഷ് ശാന്തി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്ലാവ്, മാതളം, പേര തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. C ഗിരീഷ്, KD സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വൈഗ ബിജോയിയെ ചടങ്ങിൽ ആദരിച്ചു. എല്ലാ വർഷവും വിവേകാനന്ദ സേവാകേന്ദ്രം പരിസ്ഥിതി ദിനത്തിൽ നമ്മളുടെ ഈ കരയാമുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്താറുണ്ട്. സോഷ്യൽ ഫോറസ്ട്രിയുമായി സഹകരിച്ചിട്ടാണ് നമ്മൾ എല്ലാ വർഷവും വൃക്ഷത്തൈ വിതരണം നടത്താറ്. ഈ വർഷവും സോഷ്യൽ ഫോറസ്ട്രിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയാണ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ലെൻസ്ഫെഡ് നാട്ടിക ഏരിയ പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മേഖലയിലേക്ക് വരുവാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി സംഘടിപ്പിച്ച സെമിനാർ പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണ സാമഗ്രികളുടെ കൃത്യമായ ഉപയോഗം, മാലിന്യ സംസ്കരണവും പുനർനിർമ്മാണവും, പ്രകൃതി സ്രോതസ്സുകളുടെ ഉപയോഗം തുടങ്ങിയ ആശയങ്ങളിലൂടെയാണ് കടന്നുപോയത്. എടമുട്ടം മൈക്രോവേൾഡ് സിവിൽ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ പ്രസിഡന്റ് സുമോദ് EV അധ്യക്ഷനായി. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ES സുജിത്ത്, മുഹമ്മദ് ഷെരീഫ്, CK തോമസ്, സജിൻ വെന്നിക്കൽ, സെലീന BV, VD ഷെയ്സ് എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ITI മണലൂർ, ICCS മുപ്ലിയം എന്നിവിടങ്ങളിലെ സിവിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വലപ്പാട് കൃഷിഭവനും തളിക്കുളം കൃഷിശ്രീ സെന്ററും സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. കൃഷിശ്രീ അംഗങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന സുജിൻ പുല്ലാട്ടിന്റെ കൃഷിയിടത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ നട്ടു. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ അജയ് ഘോഷ്, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, സുഗന്ധി ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. ആക്സ് തൃപ്രയാർ ബ്രാഞ്ച് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ RCLP സ്കൂളിൽ വൃക്ഷത്തൈ നടുകയും ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് P. വിനു അധ്യക്ഷയായി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ആക്ട്സ് ഭാരവാഹികളായ PR പ്രേംലാൽ, KR വാസൻ ആന്തുപറമ്പിൽ, അഭയ് തൃപ്രയാർ, സുവിത്ത് കുന്തറ, TG രാജേഷ്, മാനേജർ ഡേവിസ് മാസ്റ്റർ, പ്രധാനാധ്യാപിക PJ ആലീസ് എന്നിവർ സംസാരിച്ചു. കൂട്ടുകാർക്ക് ചെടികൾ കൈമാറിയും സ്കൂളിൽ മധുരവനമൊരുക്കിയും പരിസ്ഥിതിയുടെ കൂട്ടുകാരൻ KS ദീപൻ മാഷെ ആദരിച്ചും തൃത്തല്ലൂർ UP സ്കൂൾ കുട്ടികൾ നടത്തിയ പരിസ്ഥിതി ദിനാചരണം വേറിട്ട അനുഭവമായി മാറി. പരിസ്ഥിതി ദിനാചരണം വനമിത്ര പുരസ്കാര ജേതാവ് KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക KG റാണി അധ്യക്ഷയായി. തളിക്കുളം BPC സിന്ധു, PV ശ്രീജ മൗസമി, PP ജ്യോതി, NS നിഷ, V ഉഷാകുമാരി, KS ഷീന, KP രജനി എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. വാടാനപ്പള്ളി വ്യാപാര ഭവനിൽ നടത്തിയ യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2022 പ്രഖ്യാപനം തുടങ്ങി വെക്കുമ്പോ അതിലാളെ ചേർത്തപ്പോ നമ്മൾ പറഞ്ഞത് 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ചേരാമെന്നാണ്. അപ്പൊ അതിൽ ചേർന്നതിൽ 90% ആളുകളും 55 വയസ്സും 58 വയസ്സ് 60 വയസ്സ് 65 വയസ്സ് വരെയുള്ള ആളുകളെ ചേർന്നു. വാടനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് VR അരുണൻ അധ്യക്ഷനായി. യോഗത്തിൽ വാടനപ്പള്ളി യൂണിറ്റ് സ്ഥാപക നേതാവ് ജോർജ് ആലപ്പാടിനെ ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു. ഭദ്രം പദ്ധതിയിൽ 10 ലക്ഷം രൂപയും ഭദ്രം പ്ലസ് പദ്ധതിയിൽ 5 ലക്ഷം രൂപയും ബെനവലന്റ് സൊസൈറ്റിയുടെ 1 ലക്ഷം രൂപയും മരണപ്പെട്ട യൂണിറ്റ് അംഗങ്ങളുടെ ആശ്രിതർക്ക് വിതരണം ചെയ്തു. വ്യാപാരികളുടെ മക്കളിൽ നിന്നും ജീവനക്കാരുടെ മക്കളിൽ നിന്നും വാടനപ്പള്ളി ചുമട്ടുതൊഴിലാളികളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയവർക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. CL റാഫേൽ, ജോയ്മോൻ പള്ളിക്കുന്നത്ത്, മൊയ്തീൻ ചാരുത, അബ്ദുൾ ജബ്ബാർ അറക്കൽ, VS സുഗതൻ, സൊസൈറ്റി പ്രസിഡന്റ് കൃഷ്ണമൂർത്തി ധന്യ, സലീം ബ്രീസ്, മേരി ലോനപ്പൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനം വാടാനപ്പള്ളി മേഖലയിലെ കാരമുക്ക് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി മാസ്റ്റർ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജനീഷ് പാമ്പൂർ, സജീവ് വസദിനി, EB ജിതേഷ്, ലിജോ P ജോസഫ്, ബിജു ആൽഫ എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ഹിസ്റ്ററിയിലേക്കുള്ള അല്ലെങ്കിൽ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ നമുക്ക് മുമ്പേ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കൊപ്പം നടക്കുന്നുള്ളതും നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നതാണ് ഫോട്ടോഗ്രാഫി. ഫോട്ടോസിന് ഇഷ്ടപ്പെടാത്ത ഒരു ലോകത്തും ആരും ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടതും നമ്മൾക്ക് മറക്കാനാവാത്തതൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയാണ്. എനിക്കൊന്നും തീരെ ഇല്ലാത്തതാണ് കല എന്ന് പറയുന്നത്, അടുത്തോടെ പോയിട്ടില്ല. അപ്പോൾ ഈ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ്. വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. കേരള അഗ്രികൾച്ചർ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ KJ ഒനൈൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KI സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ KM ഹംസ, രാധ ടീച്ചർ, PTA പ്രസിഡന്റ് AT റഫീഖ്, മുസ്തഫ സഖാവി, പ്രോഗ്രാം കൺവീനർമാരായ PN റസീന, CL ലീഗി, MH ഹസീന എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ കേരളത്തിൽ ഏകദേശം 35 ഇനം പച്ചക്കറി നമ്മൾ ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണെന്ന് പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളക് നിങ്ങൾക്കിന്നത് കാണാൻ പറ്റും. മുളക്, വെണ്ട, വഴുതന, തക്കാളി, ഇത് 4 ഇനം പച്ചക്കറി തൈകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറഞ്ഞ് അത് നടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വനിതകൾക്ക് പൂകൃഷി പദ്ധതിയുടെ ഭാഗമായി കുറ്റിമുല്ല തൈകളുടെ വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതകൾക്കായി കുറ്റിമുല്ല തൈ വിതരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഷിജി CK, KK സൈനുദ്ദീൻ, ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൃഷി ഓഫീസർ അഞ്ജന TR പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ K, രമ്യ CN എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓണത്തിന് പൂവ് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇത് കണ്ടുകൊണ്ട് പൂ കൃഷിക്ക് ആവശ്യമായ ഇടപെടലുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ കുറ്റിമുല്ല നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളീയരെ സംബന്ധിച്ചേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുല്ലയും കുറ്റിമുല്ലയും ഒക്കെയാണ്. അവരുടെ ഒരു ശാലീന സൗന്ദര്യം വെളിവാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കേരള തനിമ. വലപ്പാട് പഞ്ചായത്തിലെ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വൃക്ഷത്തൈ നടുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം BK മണിലാൽ അധ്യക്ഷനായി. മെമ്പർമാരായ രശ്മി ഷിജോ, വൈശാഖ്, പഞ്ചായത്ത് സെക്രട്ടറി CN ഷിനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി TS വേണുഗോപാൽ, ജൂനിയർ സൂപ്രണ്ട് സുനിത എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃപ്രയാർ വൈമാളും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളും സംയുക്തമായി മരം നടൽ നടത്തി. പ്രകൃതിക്കായി വൈമാൾ എന്ന പരിപാടി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ VM പ്രിയ, NSS പ്രോഗ്രാം ഓഫീസർ ജോബി ആന്റണി, PTA പ്രസിഡന്റ് CS മണി, വൈമാൾ പ്രതിനിധികളായ മെവിൻ സേവ്യർ, റഷീദ് ഹംസ, ടിവിൻ, അനീഷ് എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ക്യാമ്പസിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ലോക പരിസ്ഥിതി ദിനത്തിൽ
വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. കയ്യുറകളും വൃക്ഷ തൈകളും വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PS ഷിനിൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ഹരിത കർമ്മസേന പ്രസിഡന്റ് സജിത ഷാജു, സെക്രട്ടറി ബീന ഷാജു, ട്രഷറർ അസീഷ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ EP അജയ് ഘോഷ്, BK മണിലാൽ, ലാൻഡ്സ് ഭാരവാഹികളായ A ആന്റണി, ജോസ് താടിക്കാരൻ, AS ജോസഫ്, KT ബിന്നി, പ്രീതി ബിന്നി, ജോൺ കരിയാറ്റി എന്നിവർ സംസാരിച്ചു. മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്ന പ്രദേശങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്നും കടകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാല കാലഘട്ടങ്ങളിൽ ഏറെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ ഏറെ സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രവർത്തകരുടെ താനിം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ചൈതന്യ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. ആവണങ്ങാട്ടിൽ കളരി AU രഘുരാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷനായി. അംഗനവാടി പ്രവർത്തക ഗീത, ആശാ വർക്കർ സുശീല രാജൻ, മജീദ് പോക്കാക്കിലത്ത്, ഹിമ രഞ്ജിതൻ, അജിത മോഹൻ, രേണുക റിജു, ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ബാഗ് സമ്മാനമായി നൽകി. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ഇന്നിവിടെ ചേരുന്നപ്പോൾ 8 കുട്ടികൾ, ഇനിയും കുട്ടികൾ വരാനുണ്ടെന്ന് പറയുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ ഏറ്റവും ചെറിയ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാലത്ത് പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കണ്ണടയുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ടീച്ചർമാർ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വലപ്പാട് മായ കോളേജ് വികസന വേദിയുടെ ഉദ്ഘാടനവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ തുടക്കവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ് ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ EP അജയ് ഘോഷ്, BK മണിലാൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണു, സ്റ്റുഡന്റ് വെൽഫെയർ ഓഫീസർ VC അബ്ദുൽ ഗഫൂർ, മാനേജർ CR ജോയ്, സ്റ്റാഫ് സെക്രട്ടറി മിനി എന്നിവർ സംസാരിച്ചു. ശുചിത്വമായ രീതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സർക്കാർ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ട് നമ്മൾ ഓരോ പ്രദേശവും മാറുകയാണ്. നമ്മൾ സാർവദേശീയ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 275 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സമൂഹത്തിൽ വ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് സമുദ്രത്തിൽ. കണക്കുകൾ പറയുന്നത് 2050 കരയിലെ പ്ലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ, കടലിലെ മത്സ്യത്തേക്കാൾ കൂടുതൽ. വലപ്പാട് പഞ്ചായത്ത് 6-ാം അംഗനവാടിയിൽ ബ്ലോക്ക് തല പ്രവേശനോത്സവം നടത്തി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ BK മണിലാൽ, CR ഷൈൻ എന്നിവർ സംസാരിച്ചു. പെരുങ്ങോട്ടുകര കിഴക്കുമുറി കാർത്തിക അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷേജ സദാനന്ദൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, KR രാജി, സുഗതൻ കാരയിൽ, മുൻ അംഗനവാടി ടീച്ചർ നളിനി, അംഗനവാടി വർക്കർ ഷീജ, ശിവജി കൈപ്പുളി എന്നിവർ സംസാരിച്ചു. നാട്ടിക ശ്രീ ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ലക്ഷാർച്ചന മണ്ഡപത്തിൽ കുങ്കുമ കലശപൂജ, ലക്ഷാർച്ചന, കുങ്കുമ കലശാഭിഷേകം, ദീപാരാധന, തുടർന്ന് രാത്രി വലപ്പാട് ശിവയോഗിനി ടീമിന്റെ കൈകൊട്ടിക്കളി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് NP ആഘോഷ്, സെക്രട്ടറി NK ചന്ദ്രശേഖരൻ, ട്രഷറർ AK സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി NS സുജയ്, KA പുഷ്പാങ്കദൻ എന്നിവർ നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനോലി കനാലിൽ അജ്ഞാത മൃതദേഹം കരക്കടിഞ്ഞു. തൃപ്രയാർ തെക്കേ പെട്രോൾ പമ്പിന് മുമ്പിലെ വൈദ്യുതി തൂണിൽ ബസ്സിടിച്ച് അപകടം. മണലൂർ പണിക്കർ റോഡിൽ കൾവർട്ട് തകർന്ന ഗതാഗതം മുടങ്ങി. നിർമ്മാണത്തിൽ അഴിമതിയെന്ന പഞ്ചായത്ത് അംഗം. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.